മനുഷ്യൻ മദ്യപിക്കുകയും ലഹരി ഉപയോഗിക്കുകയും മതോന്മത്തനായി മാറുകയും ചെയ്താൽ ലം തുഖ്ബൽ ലഹു സ്വലാത്തു 40 സുബാഹ 40 ദിവസത്തെ നിസ്കാരം അല്ലാഹു അവന്റേത് സ്വീകരിക്കുകയില്ല. വഇൻ മാത ദഖലന്നാർ തൗബ ചെയ്യാതെ മരിക്കുകയാണെങ്കിൽ നരകശിക്ഷ വരെ കിട്ടുന്ന ശിക്ഷയാണത്. മദ്യപിച്ചു, ഒരു മദ്യപാനം കൊണ്ട് 40 ദിവസത്തെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. യാ അല്ലാഹ്, എത്ര ഗൗരവമുള്ള വിഷയമാണത്. റസൂലുള്ളാഹി ഞങ്ങൾ പറയട്ടെ, ഫഇൻ താബ താബല്ലാഹു അലൈഹി, അവൻ തൗബ ചെയ്ത് മടങ്ങിയാൽ അവന്റെ തൗബ അല്ലാഹു സ്വീകരിക്കും. നോക്കണം, പശ്ചാത്താപത്തിന്റെ വാതിൽ അല്ലാഹു തുറന്നു വെച്ചിരിക്കുകയാണ്. ഒരിക്കലും അവൻ മദ്യപാനിയാണ്, അവൻ ഇങ്ങനെയാണ്, അവൻ അങ്ങനെയാണെന്ന് പറഞ്ഞ് സ്റ്റാമ്പ് ചെയ്ത് ആളുകളെ അകറ്റി നിർത്തരുത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സമൂഹത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്താൽ, തെറ്റെന്ന് തോന്നിപ്പിക്കുന്നത് ചെയ്താൽ ആ മനുഷ്യനെ സ്റ്റാമ്പ് ചെയ്യുക. പിന്നെ അയാൾ അങ്ങനെയാണ്, അവൻ അങ്ങനെയാണ്, ഇത് പറയരുത്. ഫഇൻ താബ താബല്ലാഹു അലൈഹി, ലഹരി വരുന്നത് വരെ മനുഷ്യൻ ലഹരിക്കടിമയായി അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ താബല്ലാഹു അലൈഹി, അവന്റെ തൗബ അല്ലാഹു സ്വീകരിക്കും. വഇൻ ആദ, ഇനി അവൻ തിരിച്ചു മദ്യപാനത്തിലേക്ക് ലഹരിയിലേക്ക് തിരിച്ചു വന്നാലോ, ഫശരിബ ഫസകിറ, അങ്ങനെ അവൻ മദ്യപിക്കുകയും ലഹരിയിലാവുകയും ചെയ്താൽ ലം തുഖ്ബൽ ലഹു സ്വലാത്തു 40 സുബാഹൻ, 40 ദിവസത്തെ നിസ്കാരം അവന്റേത് വീണ്ടും സ്വീകരിക്കാതെ വരും. ഫഇൻ മാത ദഖലന്നാർ, തൗബയില്ലാതെ മരിക്കുകയാണെങ്കിൽ നരകത്തിലേക്ക് പോകേണ്ടി വരും. ഫഇൻ താബ, എന്നിട്ട് തൗബ ചെയ്താൽ താബല്ലാഹു അലൈഹി, അവന്റെ തൗബ അല്ലാഹു പിന്നെയും സ്വീകരിക്കും. നോക്കണം, രണ്ടാമത്തെ തവണ ഈ പറയുന്നത് തങ്ങൾ സല്ലല്ലാഹു, ഇനിയും അത് തന്നെയാ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. വഇൻ ആദ ഫശരിബ ഫസകിർ, വീണ്ടും ആദ്യത്തെ ഒരു തവണ അവൻ തൗബ ചെയ്തു, രണ്ടാമത്തെ തവണയും തൗബ ചെയ്തു മടങ്ങി, മൂന്നാമതും ലഹരിയിലേക്ക് പോവുകയും ഫശരിബ, ലഹരി ഉപയോഗിക്കുകയും ചെയ്താൽ ലം തുഖ്ബൽ ലഹു സ്വലാത്തു 40 സുബാഹൻ, 40 ദിവസത്തെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. ഫഇൻ മാത ദഖലന്നാർ, തൗബ ചെയ്യാതെ മരിക്കുകയാണെങ്കിൽ അവൻ നരകത്തിലാണ്. മആദല്ലാഹ്, അല്ലാഹുവേ കാത്തുരക്ഷിക്കണമേ. 3 തവണ പറഞ്ഞു തങ്ങൾ. ഇനി നോക്കൂ, ഫഇൻ താബ, അവൻ വീണ്ടും തൗബ ചെയ്താൽ താബല്ലാഹു അലൈഹി, കാരുണ്യവാനായ പടച്ചവൻ അവന്റെ പശ്ചാത്താപം സ്വീകരിക്കുക തന്നെ ചെയ്യും. വഇൻ ആദ, 3 റൗണ്ട് കഴിഞ്ഞിട്ടോ, അങ്ങനെ അവൻ വീണ്ടും അതിലേക്ക് തിരിച്ചു പോവുകയും കാന ഹഖ്ഖൻ അലല്ലാഹ്, ഇത് പറയുമ്പോൾ തിരിച്ചു നടക്കാൻ പറ്റാത്ത വിധം അവൻ അതിന് അഡിക്റ്റായി പോയി എന്നാണ് അതിനർത്ഥം. അങ്ങനെയാണ് അവൻ മരിക്കുന്നതെങ്കിൽ കാന ഹഖ്ഖൻ അലല്ലാഹി അൻ യസ്ഖിയഹു മിൻ റദഗത്തിൽ ഖബാൽ, അല്ലാഹു അവനെ ഈ ലഹരിക്ക് പകരം റദഗത്തുൽ ഖബാൽ എന്ന് പറയുന്നത് കുടിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോ ഖാലൂ, അവർ ചോദിച്ചു, യാ റസൂലല്ലാഹി വമാ റദഗത്തുൽ ഖബാൽ, എന്താണ് നബിയെ റദഗത്തുൽ ഖബാൽ? ഖാല ഉസാറത്തു അഹ്ലിന്നാർ, നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ചീഞ്ചലവും രക്തവുമാണ് അതിനർത്ഥമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രമേൽ അല്ലാഹുവിന്റെ റസൂൽ ഗൗരവം പറഞ്ഞ വിഷയമാണിത്. ഹബീബായ മുസ്തഫ നബി തങ്ങൾ പറയുമായിരുന്നു, വലാ തശ്റബന്നൽ ഖംറ ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർറിൻ, എല്ലാ ഷർറുകളുടെയും താക്കോലാണത്, അതുകൊണ്ട് ലഹരിയിലേക്ക് പോകരുതേ.